ഹായ് ഫ്രണ്ട്സ്, ഞാനെന്താണ് ഇന്ന് ഞാനൊരു നമ്മുടെ ഫേസ് വാഷിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഇനി നമുക്ക് ഓർഡർ ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത്. നമുക്കിനി വരുന്ന ഇതിപ്പോൾ 10th ആണല്ലോ, ഏപ്രിൽ 10th ആയി. ഇപ്പോൾ 15th തൊട്ട് 14th തൊട്ട് നമുക്ക് ഫെസ്റ്റിവൽസ് വരികയാണ്. ഓക്കെ, അപ്പം വിഷു ഈസ്റ്റർ ഒക്കെ വരികയാണ്. അപ്പം കൊറിയർ ഓഫീസ് ഹോളിഡേയ്സ് വരും. അപ്പം നമ്മൾ ഓർഡർ ഇടുന്നവർ നേരത്തെ ഓർഡർ ഇടുക. 14th 15th 16th ഒക്കെ ആ സൺഡേ വരെ മിക്കവാറും ഈസ്റ്റർ ഹോളിഡേയ്സ് ആണ്ട് കൊറിയർ ഓഫീസസ് വർക്ക് ചെയ്യത്തില്ല. സോ അതിനു മുന്നേ നിങ്ങൾ ഓർഡർ ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ഇട്ടാൽ മാത്രമേ എനിക്കത് അയക്കാൻ പറ്റത്തുള്ളൂ. സോ ഡിലേ ആവരുതെന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ നമ്മുടെ ഇൻഡൂസ് റൈസ് ഫേസ് വാഷിനെ കുറിച്ച് ഞാൻ അന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്നായിരുന്നു, കാരണം ഞാനിവിടെ കുറച്ച് തിരക്കിലായിരുന്നു. എൻ്റെ മുഖത്ത് ക്ഷീണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ കാര്യങ്ങൾ ഭയങ്കര തിരക്കായിരുന്നു, വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു റൈസ് ഫേസ് വാഷിനെ കുറിച്ച് ഒരു വീഡിയോ പെട്ടെന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം എന്താണ് ഈ റൈസ് ഫേസ് വാഷിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത് ഞാൻ പറയാം. മെയിനായിട്ടും നമ്മളിത് 100 ml ആണ് വരുന്നത് റൈസ് ഫേസ് വാഷ്. ഇത് നമ്മുടെ സ്കിന്നിനെ ജെൻറ്റിലാക്കും, ബ്രൈറ്റനിങ് തരും, ഹൈഡ്രേറ്റിംഗ് തരും. നമുക്കറിയാം ഇപ്പോൾ ഭയങ്കര ചൂട് സമയമാണ് അല്ലേ, നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് തരും. അതുപോലെ തന്നെ ഇതിനകത്ത് റൈസ് നമുക്കറിയാം ബ്രൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. പണ്ടൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, പലരും ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടുമ്പോൾ റൈസ് പൗഡർ ഉപയോഗിക്കും. എനിക്ക് റൈസ് പൗഡറിന് എന്നാ ഇത്ര ഗുണം എനിക്കറിയത്തില്ലായിരുന്നു. കാരണം നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് പച്ചമഞ്ഞൾ ഉപയോഗിക്കും, ചന്ദനം ഉപയോഗിക്കും, അങ്ങനെയൊക്കെയാണ്, കുങ്കുമപ്പൂ, അങ്ങനെയൊക്കെയാണ് ഒരു ബ്രൈറ്റനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം റൈസ് പൗഡറിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ ഈ ദിവസങ്ങളിൽ കഴിയും അല്ലേ. ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് റൈസ് ഫേസ് വാഷ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ബ്രൈറ്റൻസ് സ്കിൻ നാച്ചുറലി. റൈസ് പൗഡറും പല ഫേസ് പാക്ക് നമ്മൾ നോക്കിയാൽ അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റൈസ് പൗഡർ ആയിരിക്കും. റൈസ് പൗഡർ, നമ്മുടെ കടലമാവ്, ദറ്റ് ഈസ് ഗ്രാം ബംഗാൾ ഗ്രാം പൗഡർ അല്ലേ, ഗ്രാം പൗഡർ, പിന്നെ നമ്മുടെ മുൾട്ടാണി മിട്ടി, ലിക്വറൈസ് പൗഡർ, ഇതൊക്കെ ആയിരിക്കും ബ്രൈറ്റനിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കിനകത്ത് യൂസ് ചെയ്യുന്നത്. അതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് റൈസ് പൗഡർ. ഓക്കെ, അപ്പോൾ ഈ റൈസ് പൗഡർ ഇറ്റ് ബ്രൈറ്റൻസ് റൈസ് നാച്ചുറലി. ഇതിനകത്ത് ഫെറൂലിക് ആസിഡ് ആൻഡ് അലൻടോയിൻ എന്ന് പറഞ്ഞ് 2 കമ്പോണൻസ് ആണ്. അത് നമ്മുടെ ഇപ്പം എൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, കുറേ ദിവസമായിട്ട് വെയിൽ കൊള്ളുക, ഭയങ്കരമായിട്ട് വെയിൽ കൊള്ളുന്നുണ്ട്, ഒത്തിരി സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ സ്കിന്നിന് കുറച്ചൊരു ഡൾനെസ് വന്നു. ഓക്കെ, അപ്പം ഞാൻ വെയിൽ കൊണ്ടിട്ട് വന്നിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം ഇതാണ്, ഈ റൈസ് ഫേസ് വാഷ് വെച്ച് നല്ലോണം മുഖം വാഷ് ചെയ്യും. ഓക്കെ, കാരണം ഇതിനകത്ത് ഈ ഫെറോളിക് ആസിഡ് ആൻഡ് അലൻടോയിൻ ഉണ്ട്. അത് നമ്മുടെ മുഖത്തെ വെയിലടിച്ചിട്ടുള്ള ഡൾനെസ് മാറ്റാൻ നമ്മളെ സഹായിക്കും. പിന്നെ ഇത് റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫെയർനെസ് ക്രീം പോലെ ഡാർക്ക് സ്പോട്ട്സ്, സൺ ടാൻ മാറ്റും, നമ്മുടെ പിഗ്മെൻറ്റേഷൻ ജനറലി മാറ്റും. ഇത് പിന്നെ മൈൽഡായിട്ടുള്ള ഒരു ബേസാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഫേസിന് ഒരിക്കലും ഒരു കേടും വരത്തില്ല. പിന്നെ ഇത് സൂട്ട്സ് ആൻഡ് കാംസ് സ്കിൻ. നമുക്കറിയാം സെൻസിറ്റീവ് സ്കിന്നിനാണ് എപ്പോഴും ആക്നെ വരുന്നത്, ഈ ബ്ലെമിഷസ് വരുന്നത്. അതൊക്കെ ഈ ഫേസ് വാഷ് ചെയ്യുമ്പോൾ മാറും. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, ഈ ചൂട് സമയത്ത് നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് തരാനായിട്ട്, നമ്മളിപ്പോൾ വെയിൽ കൊണ്ട് തളർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നൊരു കൂളിംഗ്, ഒരു കാമിങ് എഫക്റ്റ് തരാനായിട്ട് ഈ റൈസ് വാഷ് സഹായിക്കും. പിന്നെ നമ്മൾ ആൻറ്റി ഏജിങ് ഗുഡ്നെസ് ഒരുപാടുണ്ട്. ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട്, ആൻറ്റി ബാക്ടീരിയൽ എഫക്ട്സ് ഇതിനകത്തുണ്ട്, ഫ്രീ റാഡിക്കൽസ് ധാരാളമുള്ള ഈ നമ്മുടെ ബോഡി സ്കിന്നിൽ അഫക്റ്റ് ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കാൻ സഹായിക്കും. പിന്നെ നമ്മുടെ ഈ ഫൈൻ ലൈൻസ് സ്കിന്നിൽ വരുന്നത് അത് മാറാൻ സഹായിക്കും. അതുപോലെ നമുക്കറിയാം ഒരു ഏജ് കഴിയുമ്പോൾ സ്കിൻ ഇങ്ങനെ സാഗ് ചെയ്യും അല്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ സാഗ് ചെയ്യും, വലിയാൻ തുടങ്ങും.
മസിൽസ് ലൂസൺ ആവാൻ തുടങ്ങും. അങ്ങനെയുള്ളവർക്ക് ഈ റൈസ് ഫേസ് വാഷ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പം അത് മാറിക്കിട്ടും. പിന്നെ ഇത് ഓയിൽ കൺട്രോൾ വിത്തൗട്ട് ഡ്രൈ. ഇത് എക്സസ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിൻ്റെ ഓയിലി സ്കിന്നുകാരോടാണ് ഞാൻ ഈ പറയുന്നത്. എക്സസ് ആയിട്ട് ഓയിൽ നമ്മൾ കണ്ടില്ലേ, ഒരുപാട് ഓയിലി സ്കിന്നുകാർക്ക് എപ്പോഴും ഇങ്ങനെ സ്കിന്ന് ഭയങ്കര പിമ്പിൾസ് ഉണ്ടാവാനും ഇതൊക്കെ വരാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് എക്സസ് ആയിട്ട് സേബം പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ഒരു എന്താ പറയുക, സ്കിന്നിൻ്റെ ആ ഒരു ബാലൻസിങ് കൊണ്ടുവരാൻ, സ്കിന്നിൻ്റെ ഓയിൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കും. സ്കിന്ന് മെയിനായിട്ടും ഇത് സോഫ്റ്റ് ആക്കും, നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആക്കും കേട്ടോ. പിന്നെ ഇത് എക്സ്ഫോളിയേറ്റിംഗ്, നമ്മളിത് മറ്റേ ഇതൊക്കെ പറഞ്ഞതുപോലെ തന്നെ റൈസ് പൗഡർ, ഇത് മൈൽഡ്, നമുക്ക് പറയാം നമ്മൾ ചില സ്ക്രബിനകത്ത് ഈ റൈസ് പൗഡർ സ്ക്രബായിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു എഫക്റ്റും ഇത് കിട്ടും. ഇത് ഇട്ട് നമ്മൾ പതുക്കെ ജെൻ്റ്ലി നമ്മുടെ ഫേസിൽ ഒന്ന് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുക. ഓക്കെ, സ്കിൻ ഡാമേജ് മുഴുവൻ കളയും. അതുപോലെ നമ്മുടെ ഇത് തേച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലോണം അപ്ലൈ ചെയ്ത് നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് കഴിയുമ്പം നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവും. ഫ്രഷ് ആൻഡ് ക്ലിയർ സ്കിന്ന് നമുക്ക് കിട്ടും. പിന്നെ ഈ പോസ് എല്ലാം മിനിമൈസ് ചെയ്യും. എന്താ പറയുക, ഈ സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ല സ്മൂത്ത് ആകാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പം ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ടും റൈസ് പൗഡറാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം, ഇതൊരു ലേബിൾ കണ്ടോ, വളരെ മനോഹരമായൊരു ലേബിളിലാണ് ഇത് വന്നേക്കണേ. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ നമ്മുടെ ഫെയർനെസ് ക്രീമും ഓയിലും നമ്മുടെ ഹെയർ ഷാമ്പൂ, നാച്ചുറൽ ഡൈ ഒക്കെ അതേ സ്വീകരിച്ചവർ തന്നെ ഇതും സ്വീകരിക്കും. ബിക്കോസ് ഇതിന് അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റാണ് റൈസ് ഫേസ് വാഷ് തരുന്നത് കേട്ടോ. ഇനി മെയിനായിട്ട് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ പ്രൈസ് ഞാനൊന്ന് പറയാം. ഒത്തിരി പേർക്ക് അത് വീണ്ടും കൺഫ്യൂഷനാണ്. നമ്മുടെ ഹെയർ ഓയിലിൻ്റെ പ്രൈസ് 550 + 50 പുറത്ത് കേരള +100 വരും. പിന്നെ നമ്മുടെ നാച്ചുറൽ ഡൈ ഇപ്പോൾ പൗഡർ ഫോമിലാണ് വരുന്നത്. അത് ഞാൻ കൊറിയർ ഓഫീസിൽ കൊണ്ടുവന്ന് ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉടനെ അയച്ചു തരാൻ പറ്റും. കാരണം ഇപ്പോൾ അത് ലീക്കേജിങ് പ്രോബ്ലം ഒന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിലും ഞാനത് പറഞ്ഞായിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടേത് ലിപ നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഫെയർനെസ് ക്രീമും നമ്മുടെ ഹെയർ ഓയിലും വാങ്ങിക്കുന്നവർക്ക് ലിപ് ബാം ഫ്രീ ആയിട്ട് കൊടുക്കുക. ഓക്കെ, ലിപ് ബാം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇപ്പം ഞാനത് ഫ്രീ ആയിട്ട് അത് കൊടുത്ത് അതൊരു ഓഫറായിരുന്നോട്ടെ അത് വാങ്ങുന്നവർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. സീരിയസ്ലി ലിപ് ബാം ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ ഹെയർ ഷാമ്പൂവിൻ്റെ റേറ്റ് വന്നിട്ട് 200 ആണ്. ബാക്കി പഴയ കൊറിയർ ചാർജ് തന്നെയാണ്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സ്. നമ്മുടെ റൈസ് ഫേസ് വാഷ് നമ്മുടെ, അപ്പം ഇതൊക്കെയാണ് ഫെയർനെസ് ആൻഡ് ആൻറ്റി ഏജിങ് ക്രീം, ഹെർബൽ ഓയിൽ, ലിപ് ബാം, റൈസ് ഫേസ് വാഷ്. റൈസ് ഫേസ് വാഷിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ, 400 ആണ് കേട്ടോ. 400 + 50. പിന്നെ നമ്മുടെ നാച്ചുറൽ ഡൈ ഞാൻ റേറ്റ് കുറച്ചു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. എത്രയാണ്, 300 ആക്കി. 400 നിന്ന് 300 ആക്കി. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങൾക്ക് 300 റേഞ്ചിന് അങ്ങനെ ഒരു നാച്ചുറൽ ഡൈ ഒരു ആളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒരു കമ്പനി അത്രയും റേറ്റ് കുറച്ച് പ്രൊവൈഡ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും സാധാരണക്കാർ പോലും അത് വാങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റേറ്റ് കുറച്ചത്. ബിക്കോസ് നേരത്തെ 550 ആയിരുന്നപ്പോൾ ഞാൻ അതിൻ്റെ റീസണൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് പോയി കാണും. ഓക്കെ, പിന്നെ എന്താണ്, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഞാൻ ഉണ്ടാക്കി തരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്തോളൂ. ഇപ്പം ഫേസ് വാഷ് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. അങ്ങനെയാണ് ഞാനിപ്പം ഇൻഡോസ് റൈസ് ഫേസ് വാഷ് ഞാൻ ഇറക്കാൻ കാരണം. കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ്, നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചായിരിക്കും ഞാനത് ഉണ്ടാക്കണത്. അപ്പം എനിക്കെല്ലാം ഹെർബലായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അപ്പം എല്ലാവരും
എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി നന്ദി. അപ്പം ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ഇടാൻ കാരണം നിങ്ങൾ ആരും മറന്നു പോകരുത്, ഈസ്റ്റർ വിഷു ഹോളിഡേയ്സ് വരികയാണ്. ഓഫർ ഇല്ലേന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ഓഫർ ഇടും? എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര കോസ്റ്റാണ്. നമ്മുടെ കോക്കനട്ട് ഓയിലിനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓഫർ ഞാൻ ഇപ്പോൾ ഉള്ളത്. എന്താ പറയുക, നമ്മൾ ഈ 3 പ്രോഡക്റ്റും വാങ്ങിക്കുന്നവർക്ക് നമ്മൾ ലിപ് ബാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഓഫർ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ലിപ് ബാമിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ട്, ഇനി 2-3 വേറേ ഉള്ളൂ, 2-3 ഉള്ളൂ. റൈസ് ഫേസ് വാഷ് ഓർഡർ ചെയ്യേണ്ടവർക്ക് വേഗം ഓർഡർ ചെയ്യാം. 400 രൂപയേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, പല കമ്പനിയുടെയും നിങ്ങൾ പോയി സൈറ്റിൽ നോക്കിയാൽ 600-ഉം 650 ഒക്കെയാണ് റേറ്റ്. ഞാൻ നിങ്ങൾക്ക് റീസണബിളായിട്ടുള്ള ഒരു റേറ്റാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. 400 രൂപയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വാങ്ങിക്കുക. നിങ്ങളിത് കൂടുതൽ വാങ്ങിക്കുവാണെങ്കിൽ ഞാൻ ഇനിയും ഉണ്ടാക്കി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗമുള്ളൊരു നല്ലൊരു പ്രോഡക്റ്റുമായിട്ട് ഞാൻ വരുന്നുണ്ട് ഉടനെ. അത് നിങ്ങളെ അറിയിക്കാം. ബാക്കി പോസ്റ്റലിൻ്റെ ഇഷ്യൂസൊന്നും, മീൻസ് നമ്മുടെ ഡെലിവറി ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഒന്നും ഇല്ല. പിന്നെ ഓഫേഴ്സ് ഇതൊക്കെ തന്നെ ആയിരിക്കും ഓഫേഴ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ ഓയിലിനും ഫെയർനെസ് ക്രീമിനും ഞാനൊരു 50 റുപ്പീസ് കുറച്ച് തരാം, വിഷു ഈസ്റ്റർ ഓഫറായിട്ട്. അല്ലാതെ വേറെ എന്തൊരു ഓഫർ ഇടാൻ ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അത് തന്നെ എനിക്ക് നഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് തരുമ്പോൾ ഈസ്റ്ററിനും ഓക്കെ വിഷുവിനും ആയിക്കോട്ടെ, എല്ലാവരും ഓഫർ തരുമ്പോൾ ഞാൻ മാത്രം ഓഫർ തരാതിരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു 50 റുപ്പീസ് ലെസ് കുറച്ച് തരാം. അത് എന്ന് വരെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഈസ്റ്ററിൻ്റെ അന്ന് വരെ. ദാറ്റ് മീൻസ് ഈ സൺഡേ അല്ലല്ലോ, അടുത്ത സൺഡേ അല്ലേ ഈസ്റ്റർ. അപ്പോൾ അടുത്ത സൺഡേ വരെ ഫെയർനെസ് ക്രീമിനും ഹെയർ ഓയിലിനും 50 റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇനി ഇതിനെക്കുറിച്ച് വേറെ ആരും മെസ്സേജ് ചെയ്ത് ചോദിക്കരുത്, ബിക്കോസ് ഐ ഓൾറെഡി given the information, all the information about the offers in this video itself. Okay, അപ്പോൾ ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ചിലരുടെ മെസ്സേജസ് ഞാൻ കണ്ടു, ചിലർ പറഞ്ഞു ഫെയർനെസ് ക്രീമിന് നല്ല എഫക്റ്റ് ഉണ്ട്, അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിയുന്നത് നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ രാത്രി തന്നെ യൂസ് ചെയ്യുക. കാരണം അതിനൊരു ബീസ് വാക്സ് ഉള്ളതുകൊണ്ട് അതിനൊരു ഓയിലി ടെക്സ്ചറായിരിക്കും. പിന്നെ ചിലരൊക്കെ ഞാനിങ്ങനെ മെസ്സേജ് ചെയ്തപ്പോൾ അവർ കണ്ടു, ചേച്ചി ഞാനത് ഇട്ടിട്ട് പൗഡർ ഇട്ടിട്ട് പോകുമ്പോൾ അത് പ്രശ്നമാവുന്നില്ല. നിങ്ങൾ കുറച്ചെടുത്ത് ഇട്ടാൽ മതി, ബിക്കോസ് ഫെയർനെസ് ക്രീമിനകത്ത് എല്ലാ കാര്യങ്ങളും നല്ലോണം ചേർത്തിട്ടുണ്ട്. പക്ഷെ കുറച്ചെടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി, നിങ്ങളുടെ എല്ലാ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും എല്ലാം മാറും കേട്ടോ. കഴിയുന്നതും നമ്മൾ ഏത് ക്രീമാണെങ്കിലും, ഈ ഒരു ക്രീമാണെങ്കിലും 3 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയും, ഫുൾ എഫക്റ്റ്. അത് നമ്മുടെ സ്കിൻ വർക്കൗട്ട് ആവും. പലരും എനിക്കറിയുന്ന എൻ്റെ നിന്ന് ക്രീം വാങ്ങിയ മെജോറിറ്റി ഓഫ് ആൾക്കാരും വേറെ ഓരോ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ക്രീം യൂസ് ചെയ്തവരാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് ഇതൊന്ന് അഡ്ജസ്റ്റായി വരാൻ, കുറച്ച് അഡാപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും. സോ വിതിൻ 3 മന്ത്സ് നിങ്ങൾക്ക് എല്ലാ സ്കിന്നിൻ്റെ നിങ്ങളുടെ പ്രോബ്ലംസും മാറിയിരിക്കും. ദാറ്റ് ഈസ് 100% ഷുവർ. ഞാൻ എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് ധൈര്യത്തോടെ ഞാൻ നിങ്ങളോട് പറയുക. കാരണം ഇതിനകത്ത് ഒരു കെമിക്കൽസും എൻ്റെ പ്രോഡക്റ്റ്സിൽ ഞാൻ ചേർത്തിട്ടില്ല. സോ യു വിൽ ഗെറ്റ് എ വണ്ടർഫുൾ റിസൾട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്തോളൂ, ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ അന്വേഷിക്കാം. അപ്പോൾ അതിൻ്റെ റീസൺ കണ്ടെത്തും. പിന്നെ നമ്മുടെ ഫെയർനെസ് മാഡത്തിൻ്റെ ഹണി ക്രീം ആണെങ്കിലും ഈ ഫെയർനെസ് ആൻറ്റി ഏജിങ് ക്രീം ആണെങ്കിലും നിങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോൾ കഴിയുന്നതും അവോയ്ഡ് ദ കെമിക്കൽ ക്രീംസ്. ബിക്കോസ് ആയുർവേദം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുക, കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഫെയർനെസ് ക്രീമും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എഫക്റ്റ് ഉണ്ടാവാൻ ലേറ്റ് ആവും, ഡിലേ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിയുന്നത് നിങ്ങൾ രാവിലെ വേണമെങ്കിൽ അത് ഇട്ടോളൂ. പക്ഷേ ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ചിലർ എനിക്ക് മെസ്സേജ് അയക്കുന്നത്, മാഡം ഞാൻ മറ്റേ ഫെയർനെസ് ക്രീം യൂസ് ചെയ്യുന്നു കെമിക്കലിൻ്റെ, അത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ നിറമുണ്ട്, നെക്സ്റ്റ് ഡേ ഞാനത് തേച്ചില്ലെങ്കിൽ നിറമില്ല. മനസ്സിലായില്ലേ? അതെന്താ അങ്ങനെ എനിക്കറിയില്ല. മേ ബി അവർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ കെമിക്കൽസ് അതിനകത്ത് ആഡ് ചെയ്തത് കൊണ്ടായിരിക്കാം.
ഓക്കെ. അപ്പം നിങ്ങൾ വൈകുന്നേരം എന്തായാലും വീട്ടിൽ അത് കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നല്ലോണം ഈ ക്രീം പുരട്ടി കൈകളിലും കാലുകളിലും ഫേസിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പുരട്ടാം. ക്രീം പുരട്ടി നിങ്ങൾക്ക് കിടന്നുറങ്ങാം. രാവിലെ ചെറുപയർ പൊടി വെച്ച് വാഷ് ചെയ്യാം. അതർവൈസ് യു ക്യാൻ യൂസ് ദിസ് റൈസ് ഫേസ് വാഷ്. ഓക്കെ. അപ്പോൾ ആ ഒരു സ്റ്റിക്കി ഫീലിംഗ് നമുക്കറിയാം, ഇതിനകത്തൊരു സ്റ്റിക്കി ഫീലിംഗ് ആണ്. ആ ബീസ് വാക്സ് അങ്ങനെയാണ്, അതിൻ്റെ ടെക്സ്ചർ അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അത് ഒരു ഓയിൽനെസ് നമ്മുടെ ഇതിനകത്തുണ്ടാവും. സ്കിന്നിന് എപ്പോഴും ഒരു ഓയിൽ ഫീലിംഗ് ഉണ്ടാവും. അപ്പം അത് കഴുകിക്കളയാനാണ് നമ്മുടെ ഫെയർനെസ് ഫേസ് വാഷ്. ഇതും ഒന്നുകൂടെ നമ്മളെ ബ്രൈറ്റൻ ചെയ്യും, നമ്മുടെ സ്കിന്നിലെ ഡൾനെസ് എല്ലാം മാറ്റും, നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. ഹൈഡ്രേറ്റഡ് ആവും. ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി എല്ലാ കാര്യങ്ങളും റൈസ് ഫേസ് വാഷിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഓരോരുത്തരുടെയും മെസ്സേജ് ഞാനിങ്ങനെ നോക്കുകയാണ്. ഞാൻ തിരക്കിനിടയ്ക്ക് എല്ലാ മെസ്സേജൊന്നും എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. ചിലരുടെയൊക്കെ എനിക്ക് വായിക്കാൻ പറ്റി. അതിൻ്റെ റിപ്ലൈ ആണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ ഒരുപാട് പേര് ഫെയർനെസ് ക്രീമിൻ്റെ, ഹെർബൽ ഓയിലിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യും. എല്ലാ കാര്യങ്ങളും ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടാവും. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇപ്പോഴുള്ള ഇതുവരെ ഒരാഴ്ച മുന്നേ വരെയുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും ഞാൻ എൻ്റെ ബിസിനസ് അക്കൗണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബിസിനസ് അക്കൗണ്ടിൽ ആഡഡ് ആകണം. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ബിസിനസ് അക്കൗണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഫീഡ്ബാക്ക് അവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എങ്ങനെ കാണാൻ പറ്റും? പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ ചേച്ചി അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ക്രീം എങ്ങനെയാണ് പുരട്ടുന്നതെന്ന് വരെ ചോദിച്ചു. ഓക്കെ. ക്രീം എങ്ങനെയാണ് നമ്മൾ പുരട്ടുന്നത് അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ഇൻഡൂസ് ഫെയർനെസ് ആൻഡ് ആൻറ്റി ഏജിങ് ക്രീമാണ് ഈ കണ്ടത്. കണ്ടല്ലോ. ക്രീം എടുക്കുക, തുറക്കുക, ഇങ്ങനെ അകത്തൊരു ലിഡ് ഉണ്ടാവും അല്ലേ? ഇതങ്ങോട്ട് എടുക്കുക. കൈ നല്ല നീറ്റായിരിക്കണം. കയ്യിലൊരു പൊടിയോ എന്തെങ്കിലും പണിയൊക്കെ എടുത്തിട്ട് വന്ന് കൈ കൊണ്ട് ഈ ക്രീമിനകത്ത് തുടരുത്. കണ്ടല്ലോ ക്രീം എങ്ങനെ ഇരിക്കുന്നതെന്ന്. തുറക്കുമ്പോൾ എടുക്കുക, ഇവിടെ തേക്കുക, ഇവിടെ തേക്കുക, ഇവിടെ തേക്കുക, ഇവിടെ തേക്കുക. നല്ലോണം മസാജ് ചെയ്യുക. നമ്മൾ ഫേസ് എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം മസാജ് ചെയ്യാൻ. ഓക്കെ. യു ഹാവ് ടു ലിഫ്റ്റ് അപ്വേർഡ്സ്. ഇങ്ങനെ വേണം. മനസ്സിലായോ? ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ക്രീം പുരട്ടിയാൽ നമ്മളിങ്ങനെ തേച്ച് കുറച്ച് നേരം ഒരു മസാജ് കൊടുക്കണം. അപ്പം ആ ബ്ലഡ് സർക്കുലേഷൻ നല്ലതാവും. ഈ ക്രീം അങ്ങ് നല്ലോണം നമ്മുടെ ഫേസിനകത്തേക്ക് കയറി ചെല്ലും. മനസ്സിലായല്ലോ? അപ്പോൾ ക്രീം എങ്ങനെയാണ് പുരട്ടുന്നത് മനസ്സിലായല്ലോ? പിന്നെ ഇവിടെ കഴുത്തിലും നമ്മൾ എപ്പോഴും ഫേസിൽ എന്ത് നമ്മൾ ചെയ്താലും എന്ത് ക്രീം ഇട്ടാലും നമ്മൾ കഴുത്തിലും ഇടണം. ഞാൻ പലപ്പോഴും മടിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഇപ്പം ഞാനത് ചെയ്യാറുണ്ട്. പണ്ട് ഞാനങ്ങനൊന്നുമല്ല. പക്ഷെ കുറേ കാര്യങ്ങൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചാണല്ലോ, നമ്മൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ മുഖത്ത് തേക്കുന്ന ക്രീം നമ്മൾ കഴുത്തിലും നല്ലോണം തേക്കണം. അല്ലെങ്കിൽ കഴുത്തൊരു കളറും ഫേസ് വേറൊരു കളറും ആയിത്തീരും. മനസ്സിലായില്ലേ? നമുക്ക് കയ്യിലും പുരട്ടാം, കയ്യിലും പാദങ്ങളിലും നമുക്ക് പുരട്ടാം. ഓക്കെ. എന്നിട്ട് രാവിലെ നിങ്ങൾ റൈസ് ഫേസ് വാഷ് വെച്ചിട്ടോ അല്ല ചെറുപയർ പൊടി വെച്ചോ നമുക്ക് വാഷ് ചെയ്യാം. ഓക്കെ. പിന്നെ മുടിയുടെ കണ്ടല്ലോ, പുതിയ നാച്ചുറൽ പൗഡർ വെച്ചിട്ട് ഞാൻ വാഷ് ചെയ്തതാണ്. അല്ല മീൻസ് ആ നാച്ചുറൽ ഡേ ഇട്ടിട്ട് എൻ്റെ മുടി ഇരിക്കുന്ന കണ്ടല്ലോ. സോ നൈസ്, നല്ലതായിട്ട് ഉണ്ട്. ഒരു പ്രശ്നമില്ല. പുതിയ നാച്ചുറൽ ഡൈ പൗഡർ വാങ്ങിക്കേണ്ടവർക്ക് വേഗം വാങ്ങിക്കാം. കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ്, മറ്റേതിനേക്കാളും കുറച്ചും കൂടെ നല്ലതായിട്ട് കളർ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുവാണ്. സോ യു ക്യാൻ സീ മൈ ഹെയർ. സോ എന്താ പറയുക, നല്ല ഹെൽത്തി ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാവുന്ന. നമ്മൾ 3 ഇഞ്ച് വെട്ടിയായിരുന്നു, അതിന് ശേഷമുള്ള കാഴ്ചയാണ്. യു ക്യാൻ സീ സോ തിക്ക് ഉണ്ടോ? ഓക്കെ. നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഈ നാച്ചുറൽ ഡേ ഞാനന്ന് നിങ്ങൾക്ക് വീഡിയോ ഇട്ടപ്പം
ഞാൻ നാച്ചുറൽ ഡേ ഇട്ടതാണ്. അതിന് ശേഷം എൻ്റെ ഹെയർ ഇരിക്കുന്നതാണ്. കണ്ടല്ലോ, നല്ല തിക്കായിട്ടുണ്ട്, നല്ലതായിട്ട് കളർ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം, കണ്ടോ, നല്ലതായിട്ട് കളർ പിടിച്ചിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട്, ഹെയർ നല്ലതായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫേസ് കുറച്ചൊരു ക്ഷീണമുണ്ട്, കാര്യം കുറച്ച് ദിവസം ഞാൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് വെയിൽ കൊണ്ട് നടക്കേണ്ടിയൊക്കെ വന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഡൾനെസ് മാറ്റാൻ എന്താ വേണ്ടത്? ഇൻഡോസിൻ്റെ എന്താ പറയുക, റൈസ് ഫേസ് വാഷ് യൂസ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്ത് നല്ലോണം കഴുകുക. കഴുകിയിട്ട് നമ്മുടെ ക്രീം പുരട്ടുക. ഓക്കെ, ക്രീം പുരട്ടി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ ഡൾനെസ് എല്ലാം മാറും കേട്ടോ. ഇതിനകത്ത് എല്ലാം ഉണ്ട്. നമ്മുടെ കുങ്കുമപ്പൂ, സാഫ്രൺ ഉണ്ട്, നമ്മുടെ ബദാമുണ്ട്, നമ്മുടെ ബീവാക്സ് ഉണ്ട്, കോക്കനട്ട് ഓയിലുണ്ട്, ജോജോബ ഓയിലുണ്ട്, ചന്ദനമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. ഓക്കെ, പിന്നെ ബീസ് വാക്സിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ സ്കിന്നിന് കിട്ടും. ബീസ് വാക്സ് നമ്മൾ തേക്കും തോറും നമുക്കറിയാം. ഞാനൊരു എനിക്ക് പരിചയമുള്ളൊരു കൂട്ടുകാരിക്ക് ഈ രണ്ട് കവളിലും ഇങ്ങനെ രണ്ട് കവളിലും ഫുൾ പിഗ്മെൻറ്റേഷനാണ്, ഇത്രയും ഭാഗം ഇവിടം വരെ. അതും ബ്രൗൺ കളറൊന്നുമല്ല, ബ്ലാക്കിഷ് കളർ. അവർക്ക് ഞാൻ ആ ക്രീം കൊടുത്തതിന് ശേഷം അവർക്ക് എനിക്ക് തോന്നുന്നു 1.5 മാസമായി നല്ലതായിട്ട് ആ പിഗ്മെൻറ്റേഷൻ മുഴുവൻ മാറി. സോ എല്ലാവർക്കും വലിയ ചേഞ്ചസാണ് ഈ ഫെയർനെസ് ക്രീം കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു ഞാൻ പറഞ്ഞല്ലോ 50 റുപ്പീസ് കുറച്ച് തരാം. ഇറ്റ് മീൻസ് 700 നിങ്ങൾക്ക് ടിൽ ഈസ്റ്റർ വരെ വാങ്ങിക്കാം. ഓക്കെ, പിന്നെ റൈസ് ഫേസ് വാഷിന് 400 റുപ്പീസ് തന്നെ ആയിരിക്കും. കാരണം ഇത് ഇത്രയും മെനക്കെട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയൊരു ഇൻട്രസ്റ്റ് മാത്രമേ ഞാനിതിൽ നിന്ന്, ഒരു ചെറിയൊരു പ്രോഫിറ്റ് മാത്രമേ ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. ഇതും അത്രയും വില കൂടിയ സാധനമാണ്. ബിക്കോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ വേണ്ടേ? എല്ലാവരും ഓഫർ ഇടുന്നു. ഞങ്ങൾക്ക് ഓഫർ ഉണ്ടോ ചേച്ചി എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഹെർബൽ ഓയിലിനും ഈ ക്രീമിന് 50 റുപ്പീസ് നിങ്ങൾക്ക് ഓഫർ തന്നേക്കുവാണ്. ഓക്കെ, ടിൽ ഈസ്റ്റർ കഴിഞ്ഞ് ഈ ഓഫർ ഉണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾ തിരക്കിയാൽ അറിയാം, വെളിച്ചെണ്ണയുടെ വില 300 റുപ്പീസാണ് 1 ലിറ്റർ. ഒരു രീതിയിലും എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്, നിങ്ങൾക്കത് മനസ്സിലാവുന്നറിയാം. ഈ ഒരു ക്രീം പലരും പല സൈറ്റിലും നിങ്ങൾ പോയാൽ അറിയാം, 1600 1700 രൂപയുടെ ക്രീമാണ് ഞാനിവിടെ 700 750 വിൽക്കുന്നത്. ഓക്കെ, സോ ഇത്രയും നല്ലൊരു ആയുർവേദിക് ക്രീം വിത്തൗട്ട് എനി കെമിക്കൽസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടും. ഓക്കെ, ഇത് യൂസ് ചെയ്തവർക്കെല്ലാം നല്ല റിസൾട്ടാണ് കിട്ടിയത്. എനിക്കിതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇന്നലെ മെനഞ്ഞൊന്ന് ആരോ മെസ്സേജ് ചെയ്തു. ഞാൻ പറഞ്ഞു ഒരു അഡ്വർടൈസ്മെൻറ്റ് എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ജെനുവനായിട്ട് ഞാൻ ഇറക്കിയ എൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം ജെനുവനാണ്. എല്ലാം ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എവ്രിതിങ് ഫ്രം A to Z ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. ദൈവം എന്നെ ഉപയോഗിച്ചു. ആൻഡ് യുവർ സപ്പോർട്ട്, നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ. ഇനിയും വലിച്ചു നീട്ടുന്നില്ല, വീഡിയോ വലുതായി പോവും. എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുക. നിങ്ങളുടെ ബിസിനസ് അക്കൗണ്ടിൽ ചേർത്തിട്ടില്ലെങ്കിൽ ചേച്ചി എന്നെ ബിസിനസ് അക്കൗണ്ടിൽ ചേർക്കുമെന്ന് പറഞ്ഞാൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ആഡ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ഷെയർ ദിസ് ചാനൽ ടു യുവർ ഫ്രണ്ട്സ്. പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. So we'll see you soon with another video with good content. So may God bless you. Be happy, or be always happy with all herbal things. Okay, സുന്ദരന്മാരൊക്കെ ആയിത്തീരുക. ചിലർ എന്നോട് ചോദിച്ചു, ചേച്ചി എന്താ ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് ചേച്ചിയുടെ പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ലേ? ആണുങ്ങൾക്കും എൻ്റെ എല്ലാം ഞാൻ ഇറക്കിയ എല്ലാ പ്രോഡക്ട്സും, ഈവൻ ഫേസ് വാഷിൻ്റെ കാര്യം ആണുങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് ഒരു 12 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം. അതിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. ഓക്കെ, പിന്നെ കാര്യം ഇതിന് ചെറുതായിട്ട് പ്രിസർവേറ്റീവ് ചേർത്തിട്ടുണ്ട്. കാരണം പ്രിസർവേറ്റീവ് ചേർക്കാൻ നമുക്ക് ഈ റൈസ് വാട്ടറൊന്നും വിൽക്കാൻ പറ്റത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ സുഖമായിട്ട്, ഇതിനൊന്നും ഒരു പ്രിസർവേറ്റീവ് ഇല്ല. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ്. ഹെർബൽ ഓയിലാണെങ്കിലും നാച്ചുറൽ ഡേ ആണെങ്കിലും നമ്മുടെ ലിപ് ബാം ആണെങ്കിലും എല്ലാം, നമ്മുടെ ഷാമ്പൂ ആണെങ്കിലും എവ്രിതിങ്. സോ ധൈര്യമായിട്ട് നിങ്ങൾ നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്യാൻ മെസ്സേജ് മീ. നേരത്തെ നിങ്ങൾ മെസ്സേജ് ചെയ്തിരുന്ന പോലെ എൻ്റെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം
എൻ്റെ വാല്യുബിൾ കസ്റ്റമേഴ്സാണ്. ഞാൻ അത്രയും ആത്മാർത്ഥതയോടെയാണ് നിങ്ങളെ ഞാൻ കാണുന്നത്, നിങ്ങളും എന്നെ കാണുന്നത്. അതെനിക്ക് പലവരുടെയും മെസ്സേജിൽ നിന്ന് എനിക്ക് മനസ്സിലായി. സോ എന്നെയും മാഡത്തെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി നന്ദി. മാഡത്തിൻ്റെ പ്രോഡക്റ്റ് വേഗം വാങ്ങിക്കുക. കാര്യം മാഡം എന്തോ ഓഫർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു മാഡത്തിൻ്റെ ഹണി മാക്സ് ക്രീമിന്. ഓക്കെ, സോ ഗോ ആൻഡ് ഓർഡർ ആ പ്രോഡക്റ്റ് സൂൺ ബിഫോർ ദിസ് ഹോളിഡേയ്സ്. ഓക്കെ, പിന്നെ ഹോളിഡേയ്സ്, കൊറിയർ ഓഫീസ് ഹോളിഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ദിവസങ്ങളിൽ ഒന്നും അയച്ചു തരാൻ പറ്റില്ല. നിങ്ങൾ എന്നെ എത്ര ഫോഴ്സ് ചെയ്താലും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊറിയർ ഓഫീസ് അടച്ചിട്ടാൽ പിന്നെ ഞാനെങ്ങനെ സാധനങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കണേ? മനസ്സിലായോ? ഓക്കെ, സോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ പ്രോഡക്റ്റ്സൊക്കെ വെച്ച് സന്തോഷമായി എല്ലാ ആയുർവേദ സാധനങ്ങളും മാക്സിമം നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്യാൻ നോക്കുക. പണ്ടത്തെ ആൾക്കാരൊക്കെ ആയുർവേദ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അവർക്കൊന്നും നമ്മളിന്ന് കാണുന്ന ക്യാൻസറോ വലിയ രോഗങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അല്ലേ? അതുപോലെ നമ്മുടെ സ്കിന്നും കെയർ ചെയ്യുക. അതുപോലെ കഴിഞ്ഞതിന് മുന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നത് അബൌട്ട് ഇൻടേക്ക് ഓഫ് സ്പ്രൗട്ടഡ് പൾസസ്, നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞ് ഇൻടേക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തെല്ലാം കെയർ നമ്മൾ എക്സ്റ്റീരിയർ കൊടുക്കുന്നു അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണം. ഫുഡ് ഇറ്റ് ഷുഡ് ബി നല്ല പ്രോട്ടീൻ റിച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ അകത്ത് കഴിക്കുക. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ടെൻഷൻ കൂടുമ്പോൾ, സ്ട്രെസ്സ് കൂടുമ്പോഴൊക്കെ നമ്മുടെ ഹെയർ ഫോളിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ സ്കിന്നിനെ അത് എഫക്റ്റ് ചെയ്യും. അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. അതുകൊണ്ട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. സന്തോഷമായിട്ടിരിക്കാനുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് മറ്റാരും തന്നില്ലെങ്കിൽ നമ്മളെ തന്നെ എൻകറേജ് ചെയ്യുക, പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാം നമുക്ക് ചെയ്തു തരും. എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. സോ ഞാനത് വൈൻഡപ്പ് ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ഓർഡേഴ്സ്. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.